ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചി വാട്ടർമെട്രോയുടെ ഫ്രണ്ടിലാണ്. നമ്മളും പിള്ളേരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. നമുക്ക് ഒരു ട്രിപ്പിൽ 96 പേർക്കാണ് പോകാൻ പറ്റുന്നത്. നമുക്ക് ഒരാൾക്ക് വന്നിട്ട് ചാർജ് വരുന്നത് 30 രൂപയാണ് ഒരു സൈഡ്. നമ്മൾ ഇവിടുന്ന് കാക്കനാട് നിന്ന് വയറ്റില്ല, അവിടെ നിന്ന് പിന്നെ നമ്മൾ റിട്ടേൺ വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ട് 12:30-ക്കാണ് ഇപ്പോൾ സമയം. 12:15 നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്രണ്ടിലോട്ട് പോയി നിൽക്കാം. എന്തായാലും 2 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാ കുട്ടികളും ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഏകദേശം അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോട്ട് നിൽക്കാം. ആദ്യം കയറുന്ന 50 പേർക്കാണ് സിറ്റിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളവർ നിൽക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വാട്ടർമെട്രോയുടെ ടൈമിങ്സ് ഒന്ന് ഈ കാണുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് വൈറ്റില വരെയാണ്. വൈറ്റില നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ മെട്രോ കാക്കനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 35 മിനിറ്റ് വരെ 40 മിനിറ്റ് സമയം എടുക്കുന്നു അവിടെ എത്താനായിട്ട്, വൈറ്റിൽ എത്താനായിട്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ഈ നമ്മുടെ മെട്രോയിൽ അകത്തിരുന്നുള്ള കാഴ്ചകളെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ലോക്കായിട്ട് ഒരു റൂം പോലെയാണ്. അപ്പോൾ ഇത് വെളിയിലോട്ടാണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തുമ്പോൾ മാത്രമേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ അതുപോലെ തന്നെ അവരുടെ ഒരു സ്റ്റാഫ് ഒരാളുണ്ട്. നമ്മളപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത ഗ്ലാസിൻ്റെ അകത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെളിയിലോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അകത്തിരുന്ന് യാത്ര ചെയ്ത് നമുക്കെല്ലാം ഗ്ലാസിൻ്റെ അറ്റത്തു നിന്നുള്ള ആ ഒരു സ്ഥലത്തു നിന്നുള്ള വ്യൂസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഫുൾ അവർ ലോക്ക്ഡാണ്. അപ്പോൾ അതുപോലെ നമുക്ക് വെളിയിൽ നിന്നുള്ള സൗണ്ടുകളൊന്നും അകത്തോട്ട് കേൾക്കത്തില്ല. അകത്ത് AC ആണ്, ആ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വെളിയിൽ നിന്നുള്ള സൗണ്ട് നമ്മൾ സാധാരണ ഒരു ബോട്ടിൽ പോകുന്നൊരു ഫീൽ പോലെ അങ്ങനെ നമുക്ക് ആ ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നും വെളിയിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല. കാണാം, സൈഡ് ഫുള്ള് കാണാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള പോലെ അത്ര കുലുക്കോ നമ്മൾ സാധാരണ ഒരു ബോട്ടിൽ പോകുന്ന വലിയ കുലുങ്ങി അങ്ങനെ ചരിവോ അങ്ങനെയൊന്നുമില്ല. ആ ഒരു വേറൊരു ഫീൽ തന്നെയാണ്. എന്തായാലും നമ്മുടെ വാട്ടർമെട്രോ പോകുന്ന ഫീൽ വേറൊരു ഫീൽ തന്നെയാണ്. ഒരു സർവീസ് വരുന്ന കാക്കനാട് നിന്ന് വയറ്റിലേക്ക് പോകുമ്പോൾ വയറ്റിൽ നിന്ന് തിരിച്ചൊരു സർവീസ് പോലും ഉണ്ട്. ഈ ടോട്ടൽ 4 വാട്ടർ മെട്രോ ആണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് പാരലായിട്ട് തന്നെ ഒരു മെട്രോ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്തെങ്കിലും വയറ്റിൽ എത്താറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ ഏകദേശം അവിടെ എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് വയറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് ഇനിയും വയറ്റിൽ നിന്ന് കാക്കനാട് പോകണം. പിന്നെ അടുത്ത മെട്രോ വന്നിട്ട് 1:35-നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് പിന്നെയും പോകണം. പിന്നെ ഇവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റ് ഒന്നും കൂടെ എടുക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറുമ്പോൾ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടത്തില്ല. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് വേണം പിന്നെ തിരിച്ച് കയറാനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ ആ സൈഡിൽ കൂടെ നമുക്ക് മെട്രോ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വയറ്റിൽ നിന്ന് തിരിച്ച് കാക്കനാട് പോകാൻ വേണ്ടി കയറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ വയറ്റിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിനിയും കാക്കനാടോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഒരു സിംഗിൾ ടൈം ഒരു യാത്ര ചെയ്യാനുള്ളൊരു ഇതേ ഉള്ളൂ. നമുക്ക് രണ്ടാമതൊരു യാത്ര ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ ഇതിൽ ഡെയിലി പാസോ കാര്യങ്ങളൊക്കെ ഡെയിലി ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെയിലി പാസ് ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ.